ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പാർവതി മുരളീധരൻ. ഇന്നൊരു കുഞ്ഞു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഒരു ടിപ്പ് ആൻഡ് റീയൂസ് ഐഡിയ. ഇതായത് കണ്ട് ഒഴിഞ്ഞ ഡിയോഡ്രൻറ്റ് ബോട്ടിൽ ആണ്. ഈ ഒഴിഞ്ഞ ഡിയോഡ്രൻറ്റ് ബോട്ടിൽ ഡിയോഡ്രൻറ്റ് ഒരുപാട് യൂസ് ചെയ്യുന്നവരുടെ വീട്ടിൽ ഒരുപാട് ബോട്ടിൽസ് കാണും അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്യാം? അത് മാത്രമല്ല, നമ്മളുടെ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒരുപാട് ഹെയർ ബാൻഡ്സ് ഒക്കെ കാണും അല്ലേ. അപ്പോൾ ഹെയർ ബാൻഡ്സ് ഒക്കെ ഒരു ബോക്സിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരുന്നാൽ നമുക്ക് ചൂസ് ചെയ്യാനും അതൊരു വൃത്തിയായിട്ടിരിക്കില്ല. അപ്പോൾ അത് ഹെയർ ബാൻഡ് ഓർഗനൈസർ ആക്കി മാറ്റാൻ നമുക്ക് ഈ ഡിയോഡ്രൻറ്റ് ബോട്ടിൽ, അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ഹെയർ ബാൻഡ് ഓർഗനൈസർ ഡിയോഡ്രൻറ്റ് ബോട്ടിലാണ്. ഇതുപോലെ ഉള്ള ഡിയോഡ്രൻറ്റ് ബോട്ടിലാണ്. കണ്ടില്ലേ, അടിയിൽ നിന്നും കയറ്റിയിടാം. നമുക്ക് ആവശ്യമുള്ള ഹെയർ ബാൻഡ്സ് കയറ്റിയിട്ട് കൊടുക്കുക. ഇങ്ങനെ ഇതെല്ലാം ഡിയോഡ്രൻറ്റ് ബോട്ടിലാണ്. അങ്ങനെ എനിക്ക് 2 ബോട്ടിൽ നിറച്ച് ഹെയർ ബാൻഡ്സ് ഉണ്ട്. അപ്പോൾ മോക്ക് മാച്ചിങ് ആയിട്ട് 2 എണ്ണം, 2 സൈഡിൽ മുടി കെട്ടാനായിട്ട് എല്ലാത്തിലെയും 2 എണ്ണം വീതം തയ്ച്ചിരിക്കുന്നു. പിന്നെ ഈ ഹെയർ ബാൻഡ്സ് എല്ലാം ഞാൻ തയ്ച്ചെടുത്തതാണ്. ഈ ഹെയർ ബാൻഡ് തയ്ക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാത്തവർക്കായി കാണാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും കൊച്ചു തുണി മതി, വേസ്റ്റ് വരുന്ന തുണി കൊണ്ട് നമുക്കിതുപോലത്തെ ഹെയർ ബാൻഡ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഓർഗനൈസറും ഈ വേസ്റ്റ് ആയിട്ട് വരുന്ന ഡിയോഡ്രൻറ്റ് ബോട്ടിൽസ് നമുക്കിങ്ങനെ ഹെയർ ബാൻഡ് ഓർഗനൈസറാക്കി മാറ്റാം. ഇതെല്ലാം ഞാൻ തയ്ച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോയും എല്ലാവരും കയറി വാച്ച് ചെയ്യുക, എൻ്റെ പ്ലേലിസ്റ്റിലുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.